അതുകൊണ്ട് അങ്ങനെ ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് ഇന്നലെ മുതൽ വിളിക്കുന്നവരൊക്കെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ നാട്ടിലൊരാൾ പോസിറ്റീവ് ആയാൽ ഇന്നലെ തന്നെ പിടിച്ച് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ അകത്ത് വൈറസ് കയറി അത് പ്രവർത്തിച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് വൈറീനെ ബിൽഡ് ചെയ്യാനൊരു സമയം കൊടുക്കണ്ടേ? അല്ലാതെ ടെസ്റ്റ് ചെയ്താൽ വല്ലതും കിട്ടുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാറ്റഗറി തിരിച്ചേ നമ്മൾ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ചെയ്തത് വെറുതെയാണ്. നമ്മൾ ഒരു പീപ്പിളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ പിടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് സാമൂഹ്യ വ്യാപനം ഉണ്ടോ എന്ന് നോക്കിയാൽ കിട്ടുമോ? ഇല്ല. ഏറ്റവും അധികം പൊതുജന സമ്പർക്കം ഉള്ളവരെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ എണ്ണം തിരിച്ച് ഓരോന്ന് 500 എണ്ണത്തെ സ്പ്ലിറ്റ് ചെയ്ത് എണ്ണം തിരിച്ച് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ അതുമായിട്ട് സഹകരിക്കണം. ആ ഒരു ക്രൈറ്റീരിയയിൽ പെടാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമില്ല. ഈ ക്രൈറ്റീരിയ പ്രകാരം മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിലൊരാൾ പോസിറ്റീവായാൽ ഇന്ന് മുതൽ 8 ദിവസം കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അയാളുമായിട്ട് കോണ്ടാക്ട്, അയാൾ അവിടെ നിന്നു 2 മീറ്റർ അപ്പുറം അല്ലെങ്കിൽ 4 മീറ്റർ അപ്പുറം നിന്ന് അയാളെ ഞാൻ കണ്ടു എന്ന് വെച്ചാൽ അയാളുടെ കോണ്ടാക്ട് അല്ല. യാതൊരു പ്രിക്കോഷനും ഇല്ലാതെ, മാസ്ക് പോലെയുള്ള ഒരു പ്രിക്കോഷനും ഇല്ലാതെ അയാളുമായി ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്ന ഒരാളാണ് പ്രൈമറി കോണ്ടാക്ട്. അങ്ങനെ ഒരാൾ പ്രൈമറി കോണ്ടാക്ട് പോസിറ്റീവ് ആയാൽ അത് കഴിഞ്ഞ് ആ ആൾ ബന്ധപ്പെട്ട ആൾക്കാർ കോണ്ടാക്റ്റിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാളെ ഞാൻ അവിടെ കണ്ടിരുന്നു, എൻ്റെ മക്കൾ അവിടെ പോയപ്പോൾ അവരെ കണ്ടു, ഞാൻ പോസിറ്റീവ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരുമായിട്ടും എനിക്ക് അസുഖം ഉണ്ടെന്നും അടുത്ത ആളിന് അസുഖം ഉണ്ടെന്നും നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ എടുക്കേണ്ട മിനിമം പ്രിക്കോഷൻസ് ഉണ്ട്. 1 സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, 2 മീറ്റർ ഗ്യാപ്പ് കൊടുക്കുക, 2 മാസ്ക് ഉപയോഗിക്കുക, 3 കൈകൾ കഴുകുക. ഈ 3 കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിപ്പോൾ അടുത്ത് നിൽക്കുന്ന അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എനിക്ക് അസുഖം ഉണ്ടോ എന്നുള്ളത് എനിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രിക്കോഷൻ എടുത്തേ പറ്റൂ യൂണിവേഴ്സലായിട്ട്. അല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ ടെസ്റ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രം എനിക്ക് അസുഖമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ക്രൈറ്റീരിയക്കകത്ത് പാലിക്കുന്ന ആൾക്കാർ മാത്രം നിൽക്കുക, മറ്റുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വെക്കൊള്ളുക. ഓക്കെ, താങ്ക് യു. മാഡം പറഞ്ഞതിനെ കൂട്ടിച്ചേർക്കുകയാണ്. ഒരു പോസിറ്റീവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയുള്ള ആളുകൾ മുഴുവൻ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ദയവ് ചെയ്ത്, പല ആളുകളും രാത്രിയൊക്കെ വിളിച്ചു, ആ കുട്ടികൾ ഇവിടെ കളിക്കാൻ വന്നു, അയാൾ അവിടെ സാധനം വാങ്ങിക്കാൻ പോയി, ഇയാൾ ഇവിടെ കണ്ടു അവിടെ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടെ പോസിറ്റീവ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മളൊക്കെ പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നത് ആവശ്യങ്ങൾക്ക് മാത്രം. അങ്ങനെ ആവശ്യങ്ങൾക്ക് ഇറങ്ങുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളുമായിട്ട് ഈ പറയുന്ന നേരത്തെ മാഡം പറഞ്ഞ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഇതാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അല്ലാതെ ഒരാൾ പോസിറ്റീവ് ആകുമ്പോൾ ഓടി വന്നുകൊണ്ട് പരിശോധിക്കല്ല വേണ്ടത്. മാസ്ക് ധരിക്കുന്നത് കൃത്യമായിട്ട് ധരിക്കുക, കൃത്യമായ അകലം പാലിക്കുക, കൈ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുക എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ വ്യാപന തോതറിയാൻ വേണ്ടി മാത്രമാണ്. മാത്രമല്ല അതിൽ കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് എംപ്ലോയീസ് എന്നുള്ളത് 20 പേരാണെങ്കിൽ 21ാമത്തെ ബാങ്ക് എംപ്ലോയി വന്നാൽ എടുക്കില്ല. ആ 500 പേരിൽ കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ സമൂഹ വ്യാപന സാധ്യത പരിശോധിക്കാനുള്ള സാധ്യത കുറയ്ക്കരുത് ദയവ് ചെയ്ത്. അനാവശ്യമായി നമ്മൾ പേടിക്കല്ല വേണ്ടത്, ഒരു ജാഗ്രത വേണം. ആ ജാഗ്രതയാണ് നിങ്ങളുടെ ഭാഗത്ത് വേണ്ടത്. അതുകൊണ്ട് ഈ കാറ്റഗറിയിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകണം. അനാവശ്യമായി ആ കട അടച്ചു, ഈ റോഡ് അടച്ചു എന്ന് പോലീസ് പറഞ്ഞു, ആരോഗ്യവകുപ്പ് പറഞ്ഞു. നിങ്ങൾ ആധികാരികമായ അറിവില്ലാതെ അങ്ങനെ ഒരു ചെയ്യരുത്. അത്ര ഒരു വലിയ ഒരു വ്യാപനമൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന്. എന്നാൽ ആ ഒരു ജാഗ്രത നിങ്ങൾ എല്ലാ ഭാഗത്തും വേണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പ്രദേശത്തെ ആളുകൾ പ്രത്യേകിച്ച്. അവിടുത്തെ കട പൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ കടയൊന്നും പൂട്ടാൻ ആരും പറഞ്ഞിട്ടില്ല. ആരും അവിടെ ക്ലോസ് ചെയ്യാനോ റോഡ് ക്ലോസ് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ആളുകൾ വെറുതെ തെറ്റിദ്ധാരണ പറഞ്ഞുണ്ടാക്കേണ്ടതാണ്. അങ്ങനെ അനാവശ്യമായിട്ട് കുപ്രചരണങ്ങൾ അഴിച്ചുവിടാതിരിക്കുക. ഇതുവരെ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു അവസ്ഥയില്ല. അല്ല, കട ഞങ്ങള് ആ കടയുടെ ആളെയാണ്, ഞങ്ങൾ സ്വമനസ്ഥലം കൂട്ടിയാണ്. പോസിറ്റീവ് ഇല്ലെങ്കിലും ഒക്കെ അടുത്ത ആളും ഞാനും ഇൻഫെക്റ്റഡ് ആണെന്ന് തന്നെ വിചാരിച്ചേ പറ്റൂ. അപ്പൊ എല്ലാവരോടും നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് എന്താണോ അത് മാത്രം എടുത്താൽ മതി. അല്ല മാഡം, ഇന്നലെ കടേന്റെ ആള് ഞാനാണ്. ആളുകൾ വെറുതെ കുപ്രചരണം പറഞ്ഞു നിർത്തേണ്ട. ഇനി ഞാൻ പാനിക് വരേണ്ട, ഞാൻ എന്റെ സ്വമനസ്ഥലം പൂട്ടിയതാണ്. ഞാൻ അടച്ചുവിടേണ്ട ആവശ്യമുണ്ടോ? അയാൾ അവിടെ വന്നിട്ടില്ല. പക്ഷെ ആള് വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയാണ്. നമ്മുടെ പ്രൈമറി കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്ക് ഒന്നും ഉപയോഗിക്കാതെ വളരെ അടുത്ത് ഈ ആളുമായി നമ്മൾ 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് വരെ സംസാരിച്ചപ്പോൾ ലോ റിസ്ക് ആണ്. 10 മിനിറ്റിൽ കൂടുതലൊക്കെ സംസാരിക്കുവാണെങ്കിൽ മാത്രമേ ഹൈ റിസ്കിലേക്ക് പോകുന്നുള്ളൂ. കാരണം ഈ ആള് സിംറ്റമാറ്റിക് അല്ല. നമ്മൾ ഈ കണ്ടെത്തുന്ന ആൾ സിംറ്റമാറ്റിക് അല്ലാത്തത് കൊണ്ട് അയാളോട് 10 മിനിറ്റിൽ കൂടുതൽ മാസ്ക് ഒന്നും ഇല്ലാതെ അടുത്തുനിന്ന് സംസാരിച്ചവർ മാത്രമേ റിസ്ക് ഉള്ളൂ. അപ്പൊ അങ്ങനെ അല്ലാത്തവർ നിങ്ങൾ കോണ്ടാക്ട് ആയിട്ട് കാണുക വേണ്ട. അതിനുവേണ്ടി എടുക്കേണ്ട പ്രിക്കോഷൻസ് മാത്രം എടുത്താൽ മതി. നമുക്ക് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ലേ, ഒരു ദിവസം 3000-ഓളം കേസുകൾ ഇനി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആശുപത്രികളിലേക്ക് പോലും പോകില്ല, വീടുകളിൽ കിടക്കാനേ പറയാ. മനസ്സിലായില്ലേ? വിശ്രമിക്കാനേ പറയുള്ളൂ. ആ തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ട് ഇറങ്ങാതിരിക്കുക. ആ വീട്ടിലെ ആളുകൾ മാത്രം ക്വാറന്റൈനിൽ ഇരിക്കുക. ബാക്കിയുള്ള ആളുകൾ അകലം പാലിച്ച് ചെയ്യും കേട്ടോ. ഓക്കെ.